ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. ആഴ്ചഫലം 2024 ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് വൃശ്ചിക മാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ. ആദിത്യൻ വൃശ്ചികം രാശിയിലും പൊതുവെ പക്ഷബലം ഇല്ലാതെയാണ് ചന്ദ്രൻ ഈ ആഴ്ച നിൽക്കുന്നത്. അമാവാസി, അതായത് ഡിസംബർ മാസം 1-ാം തീയതി ആണ് അമാവാസി വ്രതമൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. കുംഭം രാശിയിൽ ശനിയും, മീനത്തിൽ രാഹുവും, ഇടവത്തിൽ വ്യാഴവും, കർക്കിടകത്തിൽ ചൊവ്വായും, കന്നിയിൽ ഖേതുവും, ആദിത്യനും ബുധനും വൃശ്ചികം രാശിയിലും നിൽക്കുന്നു. ശുക്രൻ ധനു രാശിയിൽ. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ 27 നക്ഷത്രക്കാരെയും പ്രത്യേകം 2.25 നക്ഷത്രം വീതം ഓരോ രാശി തിരിച്ചാണ് പറയുന്നത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. ഐശ്വര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ആഴ്ച. തേജസ്സും വർദ്ധിക്കുകയും കലാകാരന്മാരായിരിക്കുന്നവർക്ക് കഴിവ് തെളിയിക്കുവാനൊക്കെ പറ്റിയ ഒരു ആഴ്ചയാണ്. തൊഴിൽ പുരോഗതിയും കാണും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കണ്ടകശനിയൊക്കെ ഉള്ള കാലമാണ്. കണ്ടകശനി തീരാൻ പോകുന്നു. പ്രതിഭാസ്ഥാനത്ത് കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നതിനാൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അലസത വന്നു പെടുന്നതിനും സൂചനയുള്ളതിനാൽ പഠനകാര്യത്തിൽ അധിക പ്രയത്നങ്ങൾ ആവശ്യമാണ്. ഉദ്ദേശിച്ച രീതിയിലുള്ള മാർക്ക് ലഭിക്കുന്നത്. ദമ്പതികളായിട്ടുള്ളവർ ദേഷ്യവും ഒക്കെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഭാഗ്യാധിപന്റെ സ്ഥിതി വളരെ ഉത്തമമാണ്. ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകുന്ന ഒരു ആഴ്ച. വളരെ ശ്രദ്ധയോടുകൂടി എങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് സുഖസ്ഥാനത്ത് കേതു നിൽക്കുമ്പോൾ മാതാപിതാക്കൾക്കോ വാഹന സംബന്ധമായിട്ടോ ഒക്കെ കുടുംബപരമായിട്ടുമൊക്കെ പല രീതിയിലുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ ക്ലേശങ്ങളോ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സൂചനയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധ, ക്ഷമ, വിട്ടുവീഴ്ച വളരെ അത്യാവശ്യമാണ്. അന്നന്നത്തേക്കുള്ള ജോലികൾ അന്നന്ന് തന്നെ കൃത്യമായിട്ട് ചെയ്യുക. മേലധികാരികളുടെയും മറ്റും അപ്രീതി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട വളരെ നല്ല ഒരു ആഴ്ച. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോയിരിക്കുന്നവർക്കും വളരെ ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ചയാണ്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ടാകും. അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകുന്നതിനും ഒക്കെ സൂചനയുണ്ട്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയനും സഹായത്തിനുണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ പുരോഗതിയും വന്നിച്ച് ദൈവാധീനമുണ്ട്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വാക്കുകളിൽ പിഴവുണ്ടാകാതെ ശ്രദ്ധിക്കണം. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമാണ്.
കുടുംബത്ത് സമാധാനവും സന്തോഷവുമുള്ള കാലം. തൊഴിൽപരമായിട്ട് പുരോഗതി വന്നിച്ചേർന്ന് ധന ആഗമന യോഗവും വന്നുചേരും. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന കന്നി രാശിക്കാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ഒരു കാര്യവും ഇല്ലാതെ തന്നെ മനപ്രയാസമോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവർ പരസ്പരം പറഞ്ഞു തീർത്ത് അതൊരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകാതെ വളരെ ശ്രദ്ധിക്കണം. കുടുംബപരമായിട്ടും വാഹനപരമായിട്ടും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം കൊണ്ടെത്തരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും പ്രൊമോഷനുകളും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ശമ്പള വർധനവും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹോദര സ്ഥാനിയിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു. വളരെ ജാഗ്രതയും ശ്രദ്ധയും ഓരോ കാര്യങ്ങൾക്കും ആവശ്യമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. എന്നിരുന്നാലും ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. കണ്ണ്, ത്വക്ക്, പല്ല്, ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകുവാനായിട്ട് സൂചനയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അസമയത്തെ യാത്രകൾ ഒഴിവാക്കേണ്ടതുമാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കാർഷിക രംഗത്തുനിന്ന് ആദായം ലഭിക്കുന്നതിനും സൂചനയുണ്ട്. തൊഴിൽപരമായ പുരോഗതികൾ വന്നുചേരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർ. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന് 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച. എന്നിരുന്നാലും യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ സൂചകമാണ്. പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്ന സന്ദർഭങ്ങളിൽ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നല്ലതാണ്. തേജസ്സും ഓജസ്സും വർദ്ധിക്കുകയും ആരോഗ്യം നിലനിർത്തുവാനൊക്കെ സാധിക്കും. തൊഴിൽപരമായ പുരോഗതികളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടെങ്കിലും പണത്തിന് അധിക ചെലവുകൾ സൂചകമാണ്. പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ കാലം. ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത വേണ്ട ഒരു ആഴ്ചയാണ്. ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായ അശ്രദ്ധ മൂലം തൊഴിൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. അതുപോലെ തൊഴിൽ രംഗം കലുഷിതമാകുവാനായിട്ടൊക്കെ സൂചനയുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതും അതീവ ശ്രദ്ധ ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. അധിക സാഹസികത പാടില്ല. സുഹൃത്തുക്കളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലിരിക്കുന്നവരായാലും സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നുചേരും. തൊഴിൽ ഭാവാധിപന്റെ സ്ഥിതി അനുസരിച്ച് വിദേശത്ത് പോകുവാൻ പേപ്പറുകളൊക്കെ ശരിയാകുവാനൊക്കെ കാത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനുള്ള ഒരു അവസരം വന്നു ചേരുവാനായിട്ടും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. വാഹന സംബന്ധമായിട്ടും നല്ല കാലം. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്. എന്നിരുന്നാലും 7ര ശനി അനുഭവിക്കുന്ന കാലമാണ്. പല വിധത്തിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ ടെൻഷനുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കുന്നതിനുമൊക്കെ സൂചനയുണ്ട്.
വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. വിജയിക്കും. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് നല്ല ഒരു ജോലി കിട്ടുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ്. അതിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4-ാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും. വളരെ ശ്രദ്ധ വേണം ഏത് കാര്യത്തിലും. ഏഴരശനിയൊക്കെ ആരംഭിച്ച കാലമാണ്. ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. വലിയ വലിയ കെണികളിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കുക. വിവാഹം ആലോചിക്കുന്ന യുവതികളായാലും യുവാക്കളായാലും ദമ്പതികളായിട്ട് ജീവിക്കുന്നവരായാലും അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് രംഗത്ത് നിന്നും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പൊതുവെ മാതാപിതാക്കൾക്കൊക്കെ വളരെ ഐശ്വര്യപൂർണ്ണമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ 27 നക്ഷത്രക്കാരും അവരവരുടെ നക്ഷത്രപ്രകാരം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ അകന്നു പോകുവാൻ അത് സാധിക്കും. ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.